ഇന്ത്യൻ ഫാർമ മേഖലയിലെ 8.3% മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന 4 ലക്ഷം കോടിയോളം മാർക്കറ്റ് ക്യാപ്പുള്ള ഫാർമ ജയന്റ് നൺ അതർ ദാൻ സൺ ഫാർമസ്യൂട്ടിക്കൽ. എ സ്റ്റോറി ഓഫ് വിഷൻ, ഇന്നോവേഷൻ ആൻഡ് ഗ്ലോബൽ റീച്ച്. സൺ ഫാർമയുടെ പ്രധാന ഓപ്പറേഷൻസ്, സ്ട്രാറ്റജീസ്, ചാലഞ്ചസ്, ഒപ്പം ഏറ്റവും പുതിയ താരിഫ് ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ എന്നിവയാണ് ഈ ആഴ്ചയിലെ സ്റ്റോക്ക് ഡിസ്കവറിയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. വെൽക്കം ബാക്ക് ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് സ്റ്റോക്ക് ഡിസ്കവറി. ിൽ കൊൽക്കത്തയിൽ നിന്നുള്ള 27 വയസ്സുള്ള കൊമേഴ്സ് ബിരുദധാരിയായ ദിലീപ് സാങ്വി ഗുജറാത്തിൽ വെറും 10,000 രൂപയുടെ പ്രാരംഭ ക്യാപിറ്റലോടെയാണ് സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് സ്ഥാപിക്കുന്നത്. കൊൽക്കത്തയിലെ പിതാവിന്റെ ഫാർമസിയിൽ ജോലി ചെയ്തുള്ള എക്സ്പീരിയൻസ് കൂടി കൈമുതലായുണ്ട്. എന്ത് ചെയ്യണം, ഏത് മേഖലയിൽ പ്രവർത്തിക്കണം എന്ന കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാർക്കറ്റിംഗിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള സമീപനമല്ല അദ്ദേഹം ലക്ഷ്യമിട്ടത്. അന്ന് മേഖലയിലെ കോമ്പറ്റീറ്റേഴ്സിന്റെ ശ്രദ്ധ കൂടുതൽ എത്തിപ്പെടാത്ത ക്രോണിക് സ്പെഷ്യലൈസ്ഡ് തെറാപ്പികൾക്കുള്ള ഗുണനിലവാരമുള്ള മരുന്നുകളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ലെറ്റ് പ്രോഡക്റ്റ് ക്വാളിറ്റി സ്പീക്ക് ലൗഡർ ദാൻ അഡ്വർടൈസിംഗ് എന്ന പ്രിൻസിപ്പിളിൽ വിശ്വസിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സൺഫാർമ എന്ന കമ്പനിയെ ലോക്കൽ മാനുഫാക്ചററിൽ നിന്നും ഗ്ലോബൽ ഓപ്പറേഷൻസിലേക്ക് നയിച്ചത്. 1994 കമ്പനി ലിസ്റ്റ് ചെയ്തപ്പോൾ 55 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷനാണ് ലഭിച്ചത്. പക്ഷേ ഇപ്പോഴും മജോറിറ്റി ഓണർഷിപ്പും ഫൗണ്ടിംഗ് ഫാമിലി തന്നെയാണ് റീറ്റെയിൻ ചെയ്യുന്നത്. ചാലഞ്ചസ് മുന്നിലുള്ളപ്പോഴും പ്രതിസന്ധികൾ തരണം ചെയ്ത് കൺസിസ്റ്റന്റ് ആയ ഗ്രോത്ത് കമ്പനിയിൽ കൊണ്ടുവരാൻ ദിലീപ് സാങ്വി ശ്രമിച്ചിട്ടുണ്ട്. അതിലൂടെ ഒരു ഗ്ലോബൽ ഫാർമ പവർ ഹൗസായി കമ്പനി കാലക്രമേണ വളരുകയായിരുന്നു. 100-ലധികം രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള സൺ ഫാർമയുടെ 70% വരുമാനവും ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നുമാണ്. ടോട്ടൽ സെയിൽസിന്റെ 60%-ലധികവും US-ഉം ഇന്ത്യയിൽ നിന്നുമാണ്. അതേസമയം റൊമേനിയ, റഷ്യ, സൗത്ത് ആഫ്രിക്ക, മെക്സിക്കോ കൂടാതെ ഇപ്പോൾ ചൈന ഉൾപ്പെടെയുള്ള എമേർജിംഗ് മാർക്കറ്റ്സ് കമ്പനിയുടെ വളർച്ചയ്ക്ക് ഗണ്യമായ സംഭാവനയും നൽകുന്നുണ്ട്. 2025 ജൂലൈയിൽ കമ്പനി ഫുള്ളി ഓൺഡ് സബ്സിഡറി ചൈനയിൽ ആരംഭിച്ചു. പ്രാദേശികമായി ഉൽപ്പന്നങ്ങൾ ഡെവലപ്പ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനുമായിട്ട് അവരുടെ അഗ്രസീവ് ജിയോഗ്രാഫിക് ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായിരുന്നു ഇത്. സൺഫാർമ US-ലെ 12ാമത്തെ വലിയ ഡ്രഗ് കമ്പനിയായി റാങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം US ഡെർമറ്റോളജി സീരീസിൽ പ്രിസ്ക്രിപ്ഷൻ വോള്യത്തിന്റെ അടിസ്ഥാനത്തിൽ 2ാം സ്ഥാനവും കമ്പനി വഹിക്കുന്നുണ്ട്. ഇനി ഈ കമ്പനിയുടെ ആനുവൽ ഫൈനാൻഷ്യൽസ് പരിശോധിക്കാം. സൺഫാർമയുടെ കൺസോളിഡേറ്റഡ് റവന്യൂ 2020 സാമ്പത്തിക വർഷത്തിൽ 32,838 കോടിയിൽ നിന്ന് 52,578 കോടിയായി വളർന്നു. ഈ 5 വർഷത്തിനിടെ 9.87% CAGR ആണ് കമ്പനിക്കുണ്ടായത്. ഗ്ലോബൽ സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സിലും ഇന്ത്യൻ ഫോർമുലേഷൻ മാർക്കറ്റിലും ശക്തമായ മൊമെന്റമാണ് ഈ ഒരു വളർച്ച ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സ്പെഷ്യാലിറ്റി സെയിൽസ് എക്സ്പാൻഷൻ, സ്ട്രോങ് ഡൊമസ്റ്റിക് പെർഫോമൻസ് ആൻഡ് എമർജിംഗ് മാർക്കറ്റ് ട്രാക്ഷൻ എന്നിവ കാരണം തന്നെ 8.4% വളർച്ചയാണ് ഈ ഫിസ്ക്കൽ ഇയറിൽ കമ്പനിയിൽ ഉണ്ടായത്. ഇന്ത്യൻ ഫോർമുലേഷനുകൾ ഇപ്പോൾ ടോട്ടൽ സെയിൽസിന്റെ ഏകദേശം 33% സംഭാവന ചെയ്യുന്നത്. US 31%, എമർജിംഗ് മാർക്കറ്റ്സ് 18%, അവസാനമായിട്ട് റെസ്റ്റ് ഓഫ് ദ വേൾഡ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 14% ഒരു കോൺട്രിബ്യൂഷനുമാണ് മൊത്തം വിൽപ്പനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹയർ മാർജിൻ സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സുകളിലേക്കുള്ള മാറ്റം ഇപ്പോൾ മൊത്തം വരുമാനത്തിന്റെ അപ്രോക്സിമേറ്റ് 20% റെപ്രസെന്റ് ചെയ്യുന്നത്. ടോപ്പ് ലൈൻ ഗ്രോത്ത് പരിശോധിക്കുമ്പോഴും മാർജിൻ എക്സ്പാൻഷനും വർദ്ധിക്കാൻ ഈ ഷിഫ്റ്റ് ആണ് കാരണമെന്നാണ് മനസ്സിലാകുന്നത്. ഇനി കമ്പനിയുടെ എക്സ്പെൻസ് പരിശോധിക്കുന്ന സമയത്ത് 2020 സാമ്പത്തിക വർഷത്തിലെ 25,855 കോടിയിൽ നിന്നും 37,464 കോടി രൂപയാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റായി 2020 സാമ്പത്തിക വർഷത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ ഉൾപ്പെടുന്ന R&D ചെലവുകളും കൊമേഴ്ഷ്യൽ ലോഞ്ചുമായി ബന്ധപ്പെട്ട എക്സ്പെൻസസ് വർദ്ധിച്ചതുമാണ് ഇതിന് പ്രധാന കാരണമായിട്ട് വിലയിരുത്തുന്നത്. പക്ഷേ ഇത് ഒരു രീതിയിലും കമ്പനിയുടെ പ്രോഫിറ്റ്സിനെ ബാധിച്ചിട്ടില്ല. സെയിൽസിലും എക്സ്പെൻസസിലും സിഗ്നിഫിക്കന്റ് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് മികച്ച മാർജിൻ എക്സ്പാൻഷനാണ് കമ്പനി കാഴ്ചവെച്ചത്. ഇനി 2020 ഗ്രോസ് പ്രോഫിറ്റ് 6,983 കോടിയിൽ നിന്നും 5 വർഷങ്ങൾക്കപ്പുറം 2025 സാമ്പത്തിക വർഷത്തിൽ 15,114 കോടി രൂപയായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. അതായത് ഏകദേശം 116% വർധനവ്.
അല്ലെങ്കിൽ 17% CAGR എന്ന് പറയാം. ഇനി നെറ്റ് പ്രോഫിറ്റ് കൺസിഡർ ചെയ്യുമ്പോഴും ഏകദേശം 24% CAGR, അതായത് ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2020 4,172 കോടിയിൽ നിന്നും 2025 ആയപ്പോഴേക്കും 10,965 കോടിയായിട്ടാണ് കണക്കുകൾ വർദ്ധിച്ചിരിക്കുന്നത്. കമ്പനിയുടെ പ്രോഫിറ്റ് കൂടാൻ കാരണം ടോപ്പ് ലൈൻ ഗ്രോത്തോ കോസ്റ്റ് കൺട്രോളോ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് റെഗുലേറ്ററി തടസ്സങ്ങൾ മറികടന്നതും എക്സെപ്ഷണൽ ചാർജസ് കുറച്ചതും കൂടാതെ ടാക്സ് ഒപ്റ്റിമൈസേഷനുമാണ് തുണയായിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ സൺഫാർമ മോഡറേറ്റ് ലിവറേജ്ഡ് പൊസിഷനിൽ നിന്നും ഹൈലി ലിക്വിഡ് ഒപ്പം നെറ്റ് ക്യാഷ് പോസിറ്റീവ് എന്ന നിലയിലുള്ള ഒരു ബാലൻസ് ഷീറ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. 2020 ഉണ്ടായിരുന്ന 8,315 കോടി കടം 2,362 കോടിയാക്കി കുറയ്ക്കുന്നത് നിസ്സാര കാര്യമല്ല. അതായത് 72% കടവും അഗ്രസീവ് ഡെറ്റ് റീപേയ്മെന്റിലൂടെ കമ്പനി മറികടക്കുകയായിരുന്നു. നെറ്റ് ഡെറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ മൊത്തം കടത്തിൽ നിന്നും അതിന്റെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് കുറയ്ക്കുന്ന എമൗണ്ടിനെയാണ്. സൺഫാർമയുടെ നെറ്റ് ഡെറ്റ് പൊസിഷൻ 2,638 കോടിയിൽ നിന്നും നെഗറ്റീവ് 8,969 കോടിയായി മാറിയിട്ടുമുണ്ട്. അതായത് കമ്പനിക്ക് ഇപ്പോൾ കടത്തേക്കാൾ കൂടുതൽ ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഏറ്റെടുക്കലുകളും കൃത്യമായ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനും ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേണിനുമെല്ലാം ഈ ക്യാഷ് പൊസിഷൻ സഹായിക്കുമെന്ന് ചുരുക്കം. ഏതൊരു നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളവും കമ്പനിക്ക് മുന്നിലുള്ള പ്രതിസന്ധികൾ കൺസേണിംഗ് ഫാക്ടർ തന്നെയാണ്. അത്തരത്തിൽ എൻറ്റയർ ഫാർമ സെക്ടറിനെ മുൾമുനയിൽ നിർത്തുന്ന ഡൊണാൾഡ് ട്രംപിന്റെ 100% താരിഫ് ഈ കമ്പനിയെ എങ്ങനെ അഫക്ട് ചെയ്യും എന്ന് പരിശോധിക്കാം. സൺഫാർമ എന്ന കമ്പനിയുടെ വരുമാനത്തിന്റെ പ്രധാന ഭാഗം US നിന്നുമാണ്. കൂടാതെ അവരുടെ സ്പെഷ്യാലിറ്റി മെഡിസിൻസ് US പുറത്താണ് നിർമ്മിക്കപ്പെടുന്നത്. തദ്ദേശീയമായി നിർമ്മിക്കുന്ന മരുന്നുകൾക്കും മറ്റ് മെഡിക്കൽ പ്രോഡക്ട്സിനും അമേരിക്ക കൂടുതൽ മുൻതൂക്കം നൽകുന്ന പക്ഷം സൺഫാർമ ഉൾപ്പെടെയുള്ള കമ്പനികളെ അഫക്ട് ചെയ്യും എന്നതിൽ സംശയമില്ല. ഇത് കൂടാതെ US മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ഉള്ള കമ്പനികളെ മാത്രമേ താരിഫിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുള്ളൂ. ഇന്ത്യൻ മരുന്ന് നിർമ്മാതാക്കളിൽ ഈ പ്രഖ്യാപനം സൺഫാർമയെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ജനറിക് ഡ്രഗ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പിയേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സൺഫാർമ അതിന്റെ മൊത്തം വരുമാനത്തിന്റെ 17%, ഏതാണ്ട് 2025 സാമ്പത്തിക വർഷത്തിൽ 1.1 ബില്യൺ US വിൽക്കുന്ന സ്പെഷ്യാലിറ്റി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. തുടർച്ചയായി ഓഹരികളും ഇതിനെ തുടർന്ന് കനത്ത സെല്ലിംഗ് പ്രഷർ നേരിടുകയുണ്ടായി. ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ ഈ നടപടി തുടർന്നാൽ എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ അനുസരിച്ച് ഏകദേശം 8 മുതൽ 10% റിസ്ക് കമ്പനിയുടെ ഏർണിംഗ്സിൽ ഉണ്ടാകും. പക്ഷേ CDMO പാർട്ട്നേഴ്സ് അഥവാ കോൺട്രാക്ട് ഡെവലപ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ വഴി സ്പെഷ്യാലിറ്റി മെഡിസിൻസ് നിർമ്മിക്കുന്നത് കൊണ്ടും സ്ട്രോങ് ക്യാഷ് പൊസിഷനും കൂടാതെ US മാനുഫാക്ചറിംഗ് കപ്പാസിറ്റിയും കൺസിഡർ ചെയ്യുമ്പോൾ സൺഫാർമയ്ക്ക് ഈ താരിഫ് പ്രതിസന്ധി ഭാഗികമായി മിറ്റിഗേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ശക്തമായ സാമ്പത്തിക സ്ഥിതി, ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ജിയോഗ്രാഫിക് ഫുട് പ്രിന്റ്, വളരുന്ന സ്പെഷ്യാലിറ്റി പോർട്ട്ഫോളിയോ, ശക്തമായ ഒരു ഇന്നൊവേഷൻ പൈപ്പ് ലൈൻ എന്നിവയിലൂടെ ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ നേതൃത്വം നിലനിർത്താൻ സൺഫാർമ എന്ന കമ്പനിക്ക് കൃത്യമായ കേപ്പബിലിറ്റി ഉണ്ട്. റീച്ചിങ് പീപ്പിൾ ടച്ചിങ് ലൈഫ്സ് എന്ന സൺഫാർമയുടെ ടാഗ് ലൈൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ അഫോർഡബിൾ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആഗോളതലത്തിലെ ഏറ്റവും മികച്ച ജനറിക് മരുന്ന് നിർമ്മാതാക്കളിൽ ലീഡിംഗ് പ്ലെയർ കൂടിയാണ് ഈ കമ്പനി. ഇന്ത്യൻ ഫാർമ മേഖല 2030 $130 ബില്യൺ 2047 $450 ബില്യൺ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒപ്പം പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ്, അതായത് PLI സ്കീം പോലുള്ള സർക്കാർ പിന്തുണയോടെ ഈ മേഖല വളരുമ്പോൾ അതിന്റെ ബെനിഫിഷ്യറി ആകുന്ന കമ്പനികളും ഒട്ടനവധിയാണ്. അതിൽ സൺഫാർമ എന്ന കമ്പനിയുടെ പങ്ക് ഒട്ടും ചെറുതായിരിക്കില്ല എന്നുകൂടി നിക്ഷേപകർ ഓർക്കുക. ഭാവിയിൽ ഒരു പോസിബിൾ അപ്മൂവ് ഉണ്ടാകാൻ സാധ്യതയുള്ള വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് സൺഫാർമ. ഇതൊരു സാമ്പത്തിക ഉപദേശമോ സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അല്ല, മറിച്ച് ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ്. നിക്ഷേപം നടത്തുന്നതിന് മുൻപ് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിന്റെ ഉപദേശം തേടുക. ഇത്തരം വളർച്ചാ സാധ്യതകളുള്ള സ്റ്റോക്സുമായി വീണ്ടും സ്റ്റോക്ക് ഡിസ്കവറിയുടെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.